കഴിഞ്ഞ ഒക്ടോബറിൽ ഫാദർ മാറ്റ് മാരിനോയ്ക്ക് നെഞ്ചിൽ കുത്തേറ്റ വാർത്ത വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. മരണത്തിലേക്ക് നയിക്കുമായിരുന്ന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട വൈദികൻ ആ സമയത്തെ അനുഭവത്തെക്കുറിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സെൻറ്റ് അഗസ്റ്റിൻസ് ട്രിനിറ്റി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൻ്റെ റെക്ടറായി ശുശ്രൂഷ ചെയ്യുന്ന അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ട ദിനം എന്നായിരുന്നു ആ സംഭവത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു ഒരു സ്ത്രീ അപ്രതീക്ഷിതമായി എൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. പെട്ടെന്ന് അവർ കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് എൻ്റെ നെഞ്ചിൽ ആഞ്ഞു കുത്തുകയായിരുന്നു. ഫാദർ മാറ്റ് പറഞ്ഞു. കത്തി വൈദികൻ്റെ ശ്വാസകോശത്തിൽ തുളഞ്ഞു കയറിയിരുന്നു. എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അവർ ആക്രമിച്ചതെന്നും വൈദികൻ പങ്കുവച്ചു. എന്താണ് സംഭവിച്ചതെന്ന് അപ്പോഴും എനിക്ക് മനസ്സിലായില്ല. എന്നാൽ വായിലൂടെ രക്തം വന്ന സമയമായിരുന്നു എനിക്ക് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് മനസ്സിലായതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപാട് രക്തം നഷ്ടപ്പെട്ട് നിലത്ത് വീണപ്പോൾ ഒരുപാട് ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. കാരണം നെഞ്ചിലേറ്റ മുറിവിൻ്റെ കാഠിന്യം അത്രമേൽ വലുതായിരുന്നു. എന്നാൽ ദൈവം തീരുമാനിച്ചത് എന്താണെങ്കിലും നടക്കും. ഉറപ്പായും മരണം സംഭവിച്ചേക്കാവുന്ന ആ അപകടത്തിൽ നിന്നും ആ വൈദികനെ കർത്താവ് രക്ഷപ്പെടുത്തി. തന്നെ ആക്രമിച്ച സ്ത്രീയോട് ഇപ്പോൾ എന്താണ് തോന്നുന്നത് എന്ന ചോദ്യത്തിന് ഫാദർ മാറ്റ് നൽകിയ ഉത്തരം ഇതാണ്: ഞാൻ അവരോട് പൂർണ്ണമായും ക്ഷമിക്കുന്നു. അവരെ നേരിൽ കാണാൻ ഒരവസരം ലഭിച്ചാൽ ഞാനിത് ആ മകളോട് നേരിട്ട് പറയും. കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. വെറുക്കാനല്ല, ക്ഷമിക്കാനാണ് അവിടുന്ന് പഠിപ്പിച്ചതെന്നും വൈദികൻ പറഞ്ഞു. തന്നെ ഉപദ്രവിച്ചതിൻ്റെ കാരണം പോലും അറിയാതെ ആ അക്രമിക്കായി പ്രാർത്ഥിക്കാനും അവരോട് ക്ഷമിക്കാനും തയ്യാറാകുന്ന ഈ വൈദികൻ ഒരു ക്രൈസ്തവൻ എപ്രകാരമായിരിക്കണം എന്ന പാഠമാണ് നമുക്ക് പകർന്നു നൽകുന്നത്.